അമ്മയ്ക്ക് 2 ആങ്ങളമാരാണുള്ളത്. രണ്ടുപേരും കൂടെ പറയാതെ ഒരു ദിവസം വീട്ടിലോട്ട് ഇങ്ങി വന്നു. ഇന്നത്തെ കാര്യം ഒന്നും പറയണ്ടല്ലോ, അമ്മയ്ക്ക് ആകെ വെപ്രാളം. പറയാതെയാണ് വന്നതെങ്കിലും ഒന്നും കൊടുക്കാതെ വിടുന്നത് എങ്ങനെയാ? അമ്മ പെട്ടെന്ന് തന്നെ മോനുചേട്ടനെ വിളിച്ചു. മോനുചേട്ടൻ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ കപ്പയും എല്ലും ഇറച്ചിയൊക്കെ അങ്ങ് കൊടുത്തു വിട്ടു. പിന്നെ കപ്പയും കറിയും വെക്കാനുള്ള തിരക്കായി. അമ്മയാണ് കേട്ടോ എന്നും മെയിൻ ഷെഫ്. ഞാൻ പിന്നെ കൂട്ടത്തിൽ നിന്ന് അരിഞ്ഞും പറക്കിയും കൊടുക്കത്തേ. പുകഴ്ത്തി പറയുവാന്ന് വിചാരിക്കല്ലേ, അമ്മായിയമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ. അങ്ങനെ എടുപിടിയിൽ തന്നെ കറിയൊക്കെ സെറ്റായി. അതിനിടയ്ക്ക് നമ്മൾ കപ്പയും വേഗം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ വെന്തപ്പെടുത്താൻ അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു. ഇനി എന്താ പരിപാടി? കഴിക്കുക, അത്ര തന്നെ. അങ്ങനെ 2 അങ്കിൾമാരെ അങ്ങോട്ട് നിരത്തി ഇരുത്തിയിട്ട് വിളമ്പിയും കൊടുത്തു. 2 ആളും കൂടെ കഴിച്ചു. കൂടെ തന്നെ നമ്മൾ അമ്മച്ചിയും കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവര് 3 കൂടാതെ ഒരു ആന്റിയും കൂടെ ഉണ്ട്. അങ്ങനെ 4 മക്കളാണ് അമ്മച്ചിക്ക്. കൂടെ തന്നെ ഞാൻ പൊന്നൂസിനും ചോറ് കൊടുത്തു. പൊന്നൂസിന് പിന്നെ ഇറച്ചിയൊന്നും ഇഷ്ടമല്ല, കപ്പ കൂട്ടി ഞാൻ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും കൂടെ കഴിച്ചു കേട്ടോ. കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചിട്ട് 2 ആളും കൂടെ പോകാൻ ഇറങ്ങി. റോഡിലോട്ട് കയറിയതും 2 അപ്പച്ചന്മാരും കൂടെ പൊന്നൂസിനെ ഇട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പൊന്നൂസിനോട് പറഞ്ഞു, നിന്റെ കാർ ഞങ്ങൾ കൊണ്ടുപോവാന്ന്. പൊന്നൂസുണ്ടോ സമ്മതിക്കുന്നു. നോ, ഇതിന്റെ പപ്പാടെ കാറാ, നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ബഹളം. ഓക്കെ ശരിയെന്ന് പറഞ്ഞ് അവർ അവരുടെ വണ്ടിക്ക് കയറിയപ്പോഴോ അടുത്ത ബഹളം, നിങ്ങൾ പോകണ്ടാന്ന്. എങ്കിൽ പിന്നെ പൊന്നൂസും കൂടെ പോരെന്ന് പറഞ്ഞപ്പോഴോ അതും അവക്ക് വയ്യ. അവര് പോകാനും പാടില്ല, പൊന്നൂസിനോട്ട് കൂടെ പോകാനും വയ്യ. കുറെ നേരത്തെ ബഹളങ്ങൾക്ക് ശേഷം അവരങ്ങ് പോയി. പിന്നെ ഒരു കരച്ചിലായിരുന്നു, ഒരു 1.5 കരച്ചിൽ. അപ്പായിക്ക്